ഹലോ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുറേ ദിവസം കൊണ്ട് ഞാൻ ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണ് ടൈം കിട്ടിയത്. ഇതിൻ്റെ റെസിപ്പി മിക്കവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ ഈ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. സവാളയെല്ലാം നല്ല കുനുന അരിഞ്ഞ് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം തിളപ്പിക്കാൻ വെച്ച് മക്രോണി വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല തിളച്ചതിന് ശേഷം മക്രോണി വേവിക്കാൻ വേണ്ടി വെക്കാം. വേവിക്കാൻ വെച്ച വെള്ളത്തിൽ ഞാൻ കുറച്ച് ഉപ്പും ഓയിലും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് വേവിക്കാൻ വെച്ചതിന് ശേഷം ഇതുപോലെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല റെഡിയാക്കാം. അതിന് ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നല്ല എണ്ണയിലൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞ് മാറ്റി വെച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോയും ക്യാരറ്റും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അതിനുശേഷം ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും. ഇത്രയും പൊടികൾ മാത്രമേ ഇതിൽ ആവശ്യമുള്ളൂ. ഇതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കുഴമ്പ് രൂപത്തിലാവണവരെ ഇത് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ടൊമാറ്റോ സോസ്. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ മാക്രോണി ആഡ് ചെയ്യുമ്പോൾ അത് ഇത്തിരി ഡ്രൈ ആയിട്ടിരിക്കും. അങ്ങനെ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച മക്രോണി ആഡ് ചെയ്തു. അതിലേക്ക് കുറച്ച് കുരുമുളകും മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ലാസ്റ്റ് ഈ പരുവത്തിലായി. അറ്റ് ലാസ്റ്റ് നമ്മുടെ മക്രോണി റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ രീതിയിലുള്ള മക്രോണി. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് ഉണ്ടാക്കാനും സിമ്പിളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.